ഒരു നല്ല മനസ്സുള്ള പ്രവാസിയുടെ കഥയാ ഞാൻ പറയുന്നത്. കുടുംബത്തോട് ബഹുമാനവും സ്നേഹവും ഭയഭക്തിയും ആദരവും പുലർത്തുന്ന, ആത്മാർത്ഥതയും പുലർത്തുന്ന നല്ലൊരു പ്രവാസിയെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ പ്രവാസ ജീവിതം കുടിക്കാനും പിടിക്കാനും ദൂർത്തടിക്കാനും വേണ്ടി മണൽക്കാടുകളിൽ പോയി കിടന്ന പ്രദർശന പ്രവാസിയായവന്റെ കാര്യമല്ല. കുടുംബത്തിനും നാടിനും അതാ മഹല്ല് പള്ളികളുടെ ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഈ കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന യതീം ഖാനകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അറബി കോളേജുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. സാക്ഷാൽ നമ്മുടെ ജീവന്റെ ജീവനായ ഖമറുൽ ഉലമാ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് പടുത്തുയർത്തിയ ജാമിഅ മർകസ് സുന്നിയായുടെ കെട്ടിടങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഖലീൽ തങ്ങൾ ഉപ്പാപ്പാന്റെ മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. MA ഉസ്താദിന്റെ ജാമിഅ സഅദിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. കൊല്ലം സഖാഫി ഉസ്താദിന്റെ ഖാദിസിയയോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ആരുടെ വിയർപ്പിന്റെ തുള്ളിയാ? പ്രവാസികളുടെ വിയർപ്പിന്റെ അംശങ്ങളാണ് ഞങ്ങളെന്ന് ആ കെട്ടിട സമുച്ചയങ്ങളിൽ ഭൂരിപക്ഷവും നമ്മളോട് വിളിച്ചു പറയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആർക്കാ നാട് വിടാൻ ഭൂതിയുള്ളത്? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ സ്വന്തം നാടും വീടും കുട്ടികളെയും വിട്ടിട്ട് പോകാൻ? ആർക്കാ ഇഷ്ടമുള്ളത്? ആർക്കും ഇഷ്ടമില്ല. കണ്ടില്ലയോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയോട് വിട പറയുകയാണ്. ആ സമയത്ത് തിരിഞ്ഞു നോക്കുകയാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്തിരിഞ്ഞിങ്ങനെ നോക്കുകയാ. എന്നിട്ട് യാത്ര ചെയ്യുകയാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, നബിയെ എന്തുവാ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്, എന്തുവാ? നേരത്ത് പറയുകയാണ്, മോനെ സിദ്ദീഖേ, മക്ക കരയുകയാണ്. മക്ക പറയുന്നു, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, പോകല്ലേ നബിയേ, മക്കയെ വിട്ടേച്ച് പോകാതെ നബിയേ, മക്കയെ വിട്ടേച്ച് പോകാതെ നബിയേ. അവിടുന്ന് കളിച്ചു വളർന്നത് എന്റെ മടിത്തട്ടിൽ, അവിടുന്ന് പിച്ച വെച്ച് നടന്നത് എന്റെ ഹൃദയത്തിൽ, അവിടുന്ന് ജനിച്ചു വീണത് എന്റെ മാർവിടത്തിൽ. എന്നെ പിരിഞ്ഞിട്ട് എവിടേക്ക് പോകുന്നു നബിയേ, എവിടേക്ക് പോകുന്നു ഹബീബേ? മക്ക ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോടൊത്ത് താമസിക്കാൻ. നബി മുസ്തഫ ഹിജ്റാദിനം കരഞ്ഞില്ലേ, അത് സ്വന്തം നാടോടുള്ള ഹുബ്ബിലുമല്ലേ. നബി മുസ്തഫ ഹിജ്റാദിനം കരഞ്ഞില്ലേ, അത് സ്വന്തം നാടോടുള്ള ഹുബ്ബിലുമല്ലേ. ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബി തന്ന് പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നും കൊണ്ട് നബി എന്ന് പ്രാർത്ഥന ചെയ്തതായി അറിവുണ്ട്. ഹേ മക്കമേ നിന്റെ അഖിലുകാരിൻ എന്നെ, മക്ക നിന്റെ അഖിലുകാരിൻ എന്നെ പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നെ. ഹേ മക്കമേ നിന്റെ അഖിലുകാരിൻ നിന്ന് പുറത്താക്കുവാൻ തുനിഞ്ഞില്ല എന്നാൽ പിന്നെ. എനിക്കിഷ്ടമില്ലേ വിട്ടുപിരിയാൻ നിന്നെ, എനിക്കിഷ്ടമില്ലേ വിട്ടുപിരിയാൻ.